ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പുഡിംഗ് ആണ്. നമുക്കറിയാലോ പപ്പായ എത്ര ഹെൽത്തി ആണെന്ന്. വൈറ്റമിൻസിൻ്റെ കലവറയാണ് പപ്പായ. അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള പുഡിംഗ് ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പപ്പായ പുഡിംഗ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പുഡിംഗ് തയ്യാറാക്കുവാൻ മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻറ്റ് മതി. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് പപ്പായ, നന്നായിട്ട് പഴുത്ത പപ്പായ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് മിൽക്ക് മെയ്ഡും വേണം. 120 ml കപ്പിന് 1 കപ്പ് മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ പപ്പായ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നല്ല മധുരമുള്ള പപ്പായയാണ്, എങ്കിലും നമുക്കൊരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പപ്പായയും മിൽക്ക് മെയ്ഡും ചേർത്ത് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ വേണം ഇത് അടിച്ചെടുക്കാൻ. ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ. നമ്മുടെ പപ്പായ പുഡിങ്ങിൻ്റെ മിക്സ് ഒട്ടും തന്നെ തരിയില്ലാതെയാണ് ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഒട്ടും തന്നെ വെള്ളവും ചേർത്തിട്ടില്ല. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മിക്സ് കിട്ടേണ്ടത്. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരല്പം നെയ്യിട്ട് കൊടുക്കാം. ഇനി ഈ നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പപ്പായ പുഡിങ് സെറ്റ് ചെയ്യുന്നതിനുള്ള പാത്രം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പാച്ചുലയോ സ്പൂണോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ലോണം ഷേപ്പാക്കി കൊടുക്കണം. നമ്മുടെ പപ്പായ പുഡിങ് ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിലാണ് ഇത് 4 മണിക്കൂർ സൂക്ഷിക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ടാകും. അപ്പം നമുക്ക് ഒരു 4 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പപ്പായ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. കാരണം നമ്മളെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കണം. താങ്ക് യു.